ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്കിടുക. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன், ஏதோ வீடியோவில் அவங்க பார்த்துக்கிட்டு இருந்தாங்க. തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. ஒருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேமராஸ் கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம ലേഡീസ് ഡ്രസ് ചേഞ്ച് പண்றது அவங்க എടുത്തിருக்காங்க. മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும், அது நான் பார்த்தேன். ഏത് സിനിമയുടെ ലൊക്കേഷൻ நான் அது சொல்ல முடியாது. ആരാണെന്ന് നമുക്കറിയാം. എനിക്ക് കിട്ടി, സംഘത്തലവനെ പിടികിട്ടി. ആരാ? രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞാൽ, ഒരു കാരവാനിനകത്ത് 2 പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും ഇരിക്കും, രാത്രി നൈറ്റ് ഷൂട്ടിംഗ് ആണ്. ഇപ്പുറത്തെ പോർഷനിൽ രാധികയാണ് അസിസ്റ്റൻസ്. രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടു. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. ഞാൻ പറഞ്ഞു, കോമഡി ടൈം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാര്യം നമ്മൾ ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തോണ്ട് പോവുക. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. ഒരു മിസ് ചെയ്യത്തില്ല. ഒരു ആളുണ്ട്, അല്ലെങ്കിൽ ഒരാൾ വരും. ആ കാലഘട്ടത്തിലുള്ള ആരാണെങ്കിലും ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.